ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് രാവിലെ റിലാക്സ് ആയിട്ട് ജോലി ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ രാവിലെ നേരത്തെ ഒന്ന് എണീക്കാൻ ശ്രമിക്കാതെയാണ് ഒന്നാമത്തെ ടിപ്സ്. ഒരു 6 മണിക്കെങ്കിലും നമ്മൾ കിച്ചണിൽ വന്ന് ജോലികൾ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ജോലികൾ ചെയ്ത് തീർക്കാൻ പറ്റും. വേറെ ടെൻഷനൊന്നും വേണ്ട. പിന്നെ തലേ ദിവസം തന്നെ നമുക്ക് പിറ്റേന്ന് എന്തൊക്കെ പാചകം ചെയ്യണം, കറികൾ എന്തൊക്കെയാണ്, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്താണൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് നമ്മൾ രാവിലെ കിച്ചണിൽ വരികയാണെങ്കിൽ നമുക്ക് ജോലി എളുപ്പവും. അതുപോലെ തലേ ദിവസത്തെ പാത്രങ്ങളൊക്കെ ക്ലീനാക്കി നീറ്റാക്കി കിച്ചണൊക്കെ വൃത്തിയാക്കി ഇടുക. അപ്പോൾ നമുക്ക് രാവിലെ വരുമ്പം വേറെ ടെൻഷനൊന്നുമില്ല. നല്ല ക്ലീനും വൃത്തിയായിരിക്കുന്ന അടുക്കളയിൽ കയറുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുമല്ലോ പാചകം ചെയ്യാൻ. അതാണ്. പിന്നെ നമ്മൾ ഓരോ സാധനങ്ങൾ, പൊടി, ഓയിൽ അതൊക്കെ വയ്ക്കുന്ന സ്ഥാനങ്ങളുണ്ടല്ലോ, അതാത് സ്ഥാനത്ത് തന്നെ വയ്ക്കാൻ ശ്രമിക്കട്ടെ. അപ്പോൾ നമുക്ക് രാവിലെ പാചകത്തിനിടയിൽ തന്നെ അത് എവിടെയാണെന്ന് തപ്പി നടക്കേണ്ട ഒരു ആവശ്യം വരില്ല. അപ്പോൾ അതുപോലെ ഇത് തീർന്ന ബോട്ടിലൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ തലേ ദിവസം തന്നെ നമുക്ക് അതിലേക്ക് ഫില്ല് ചെയ്ത് അതാത് സ്ഥാനത്ത് വയ്ക്കുക. അപ്പോൾ നമുക്ക് രാവിലെ എളുപ്പത്തിൽ പാചകം ചെയ്യാൻ പറ്റും. അപ്പോൾ ഏത് സ്ഥലത്താണ് നമുക്ക് ആ സാധനം, ആ ബോക്സ്, ബോട്ടിലൊക്കെ ഇരിക്കുന്നത് നമുക്കറിയാൻ പറ്റുമല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അതൊക്കെ ചെയ്ത് തീർക്കാനും പറ്റും. നമുക്കത് അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ നമുക്ക് അറിയാമെന്നുള്ള കാര്യങ്ങളായിരിക്കും, പക്ഷേ അത് ശ്രദ്ധിച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് രാവിലെ റിലാക്സ് ആയിട്ട് ടെൻഷനൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ ജോലികളൊക്കെ ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ രാവിലെ എണീറ്റ് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച്, പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് തലേ ദിവസം രാത്രി അരി കുതിർക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അരച്ച മാവൊന്നും കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ച് അരി കുതിർക്കാൻ വേണ്ടി വെള്ളത്തിലിട്ടുന്നു. നല്ല സിമ്പിളായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ അത് നല്ലതായിട്ട് കഴുകി വൃത്തിയാക്കി മിക്സിയിലൊന്നിട്ട് അരച്ചെടുക്കുക. ഒരല്പം വെള്ളം മാത്രം ഒഴിച്ച് അരച്ചെടുക്കുക കേട്ടോ. അരയ്ക്കുമ്പം കുറച്ച് വെള്ളം ഒഴിക്കാവൂ, ഇല്ലെങ്കിൽ നമ്മുടെ മിക്സിയിൽ നിന്ന് മൊത്തം പുറത്ത് കളയും. പച്ചരിയില്ല, അപ്പോൾ ഒത്തിരി അരയ്ക്കാൻ ഇത് വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കുകയും വേണം ഈ മാവ്. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലതായിട്ട് അരച്ചെടുക്കുക. അതായത് ഇതുപോലെ നല്ലതായിട്ട് അരച്ചെടുക്കുക. ഇനി നമുക്ക് ആവശ്യത്തിന് വീണ്ടും വെള്ളം ചേർക്കുക. അരച്ചതിന് ശേഷം ഇനി നമ്മുടെ മാവിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് ഉപ്പ്. 1 കപ്പ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റാണ്. പിന്നെ അതുപോലെ നമ്മുടെ തേങ്ങ ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത്രയ്ക്ക് ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത് തേങ്ങ അരയ്ക്കുന്നില്ല, ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച്, നല്ല വെള്ളം വേണം കേട്ടോ. അത്യാവശ്യം നമ്മുടെ നീർദോശ ഉണ്ടാക്കില്ല അതേ രീതി തന്നെ ഇതിൽ ക്യാരറ്റും തേങ്ങയൊക്കെ ഇടുന്നതേ എന്നുള്ളൂ. ഇട്ടിട്ട് പാനൊന്ന് ചൂടാകുമ്പോൾ നമുക്കത് ഇതുപോലെ മാവ് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നല്ല ബാറ്റർ നല്ല ലൂസായിട്ടിരിക്കണമെങ്കിൽ ഇത് നല്ല നല്ല സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ. അതിന് വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ രാവിലെ അരയ്ക്കണതില്ല, അത് കട്ടിയായി പോവും. ഇനി അതൊഴിച്ച് മൂടി വയ്ക്കുക. പെട്ടെന്നായി കിട്ടും. ഇതാ കണ്ടോ, നല്ല പേപ്പർ പോലായിട്ടുണ്ട്. ഇതിന് കറിയില്ലെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇപ്പം നമുക്ക് ക്യാരറ്റിന് പകരം കുട്ടികളൊക്കെ കഴിക്കാത്ത വെജിറ്റബിളൊക്കെ ഇട്ട് കൊടുക്കാം. ചീര, അങ്ങനെ മുരിങ്ങയില, അങ്ങനെ നമുക്കിഷ്ടമുള്ള ഏതെങ്കിലും വെജിറ്റബിൾ ഉണ്ട്, അതൊക്കെ ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇതുപോലെ റെഡിയായി. ഇനി ഇതിനുള്ളൊരു സിമ്പിൾ കറി ഉണ്ടാക്കാം കേട്ടോ. പൊട്ടറ്റോ കൊണ്ടുള്ള കറിയാണ്, പക്ഷേ അത് പെട്ടെന്ന് റെഡിയാക്കുന്ന രീതി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഓയിലൊഴിച്ച് ചൂടാകുമ്പോൾ, അപ്പോൾ ഇത് ഞാൻ ജീരകമാണ് ഇട്ടത്. ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലാണ് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവർ ഇത് ഒഴിവാക്കിയിട്ട് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. അത് പൊട്ടി വരുമ്പോൾ നമുക്കിതിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ട് കൊടുക്കുക. മുളക് പൊടിയൊക്കെ അവരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമ്മുടെ ആ ഓയിലിൽ കിടന്ന് നല്ലതായിട്ട് ആ പച്ച മണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം നമ്മുടെ മസാലയിൽ. നമ്മൾ സാധാരണ പൊട്ടറ്റോ കറി ഉണ്ടാക്കുമ്പോൾ അത് വലുതായിട്ടല്ലേ കട്ട് ചെയ്ത് കുക്കറിൽ വേവിക്കുക, അങ്ങനെയൊക്കെ ചെയ്യണം. ഇതിപ്പോൾ അങ്ങനെയല്ല കേട്ടോ. ചെറുതായിട്ട് നമ്മൾ ചോപ്പ് ചെയ്താണ് എടുക്കുന്നത്. ഞാൻ 2 സവാള എടുത്തിട്ടുണ്ട്, ചെറുതായിട്ട് ചോപ്പ് ചെയ്ത്. അത് നമുക്ക് ഈ മസാലയെല്ലാം നല്ലതായിട്ട് മാടി വന്നതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക സവാള. ഇനി നമ്മൾ പൊട്ടറ്റോ ചോപ്പ് ചെയ്ത് ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്ത പൊട്ടറ്റോയും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മുടെ സാധാരണ വലുതായിട്ട് കട്ട് ചെയ്ത് പെട്ടെന്നായി കിട്ടും. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. തണുത്ത വെള്ളമല്ല, ഒന്ന് ചൂടായ വെള്ളം. അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ ഇതെല്ലാം ചൂടായ സാധനമല്ലേ മസാലയൊക്കെ. അപ്പോൾ ഒന്ന് ചൂടായ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് ഒരു 15 മിനിറ്റ് മൂടി വെച്ചാൽ മാത്രം മതി കേട്ടോ.
തിളച്ചതിന് ശേഷം ചെറിയ തീയിൽ ഇട്ട് വയ്ക്കുമ്പോൾ അത് വെന്ത് കിട്ടും. പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റിയ കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ എല്ലാ ചപ്പാത്തി ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇതും ഒരു മീൻ ഫ്രൈയോ പപ്പടമോ ഒക്കെ ഉണ്ടെങ്കിലും നല്ല ടേസ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. അതിനകത്തൊന്ന് മൂടി വയ്ക്കുക കേട്ടോ. അപ്പോൾ മൂടി വെച്ച് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ കേട്ടോ നല്ലതായിട്ട് ഒന്ന് കുറുകി വരും. അപ്പോൾ ഇനിയും വെള്ളമൊക്കെ ഗ്രേവിയൊക്കെ വേണമെന്നുള്ളവരനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഗരം മസാല ഇട്ട് കൊടുക്കുക. ഒരു സ്പൂണ് ഗരം മസാല ഇട്ട് ഒരു 2-3 കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതും കൂടി ഇട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ ഇത് തിളച്ചുകൊണ്ടിരിക്കുകയില്ലേ, അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൂടെ ഒന്ന് തിളയ്ക്കുമ്പോൾ നമ്മുടെ കറിയും റെഡിയായി കേട്ടോ. അപ്പോൾ നമ്മൾ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ, അടിപൊളി ദോശയും നമ്മുടെ പൊട്ടറ്റോ കൊണ്ടുള്ള ഒരു ഗ്രേവിയാണ് കേട്ടോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയതാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഇതിൽ വേണമെങ്കിൽ നമുക്ക് മുട്ട ഉണ്ടല്ലോ പുഴുങ്ങിയത് വേണമെങ്കിലും മുറിച്ച് ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ വേണമെങ്കിലും കഴിക്കാം, ഏത് രീതിയിലും കഴിക്കാം. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ എടുത്ത് അങ്ങനെ അതൊക്കെ കഴിച്ച് പിന്നെ കഴിച്ച പാത്രമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ രാവിലെ കഴിക്കുന്നത് തന്നെ അപ്പം കഴുകി വയ്ക്കണമല്ലോ, അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് പിന്നെ നമ്മുടെ ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് തുടച്ചിടണം. അങ്ങനെ ചെറിയ ചെറിയ രാവിലത്തെ നമ്മളെ പാചകത്തിനിടയിൽ കുറച്ച് വൃത്തിയുടെയൊക്കെ ആയി കാണുമല്ലോ വേസ്റ്റൊക്കെ, അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചത്. മിക്സി ഞാൻ അരി അരച്ചപ്പോൾ കുറച്ച് ഇതിവിടെയൊക്കെ ആയി, അപ്പോൾ ഇപ്പം തന്നെ തുടച്ച് വെച്ചാൽ നമുക്ക് പിന്നെ വീണ്ടും അത് ഉണങ്ങി പിടിച്ചാൽ വീണ്ടും പാടായിരിക്കും. അതുകൊണ്ട് ഞാൻ അതും കൂടെ ഒന്ന് അപ്പം തന്നെ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചിട്ടാ. വെച്ച് അല്പം വെള്ളമൊക്കെ തൊട്ടൊന്ന് തുടച്ച് വെച്ചാൽ മതി കേട്ടോ, പെട്ടെന്ന് അതങ്ങ് മാറിക്കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഞാൻ പറഞ്ഞ പോലെ കുട്ടികൾക്ക് വെജിറ്റബിളൊക്കെ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടല്ലോ, ചീരയൊന്നും കഴിക്കാത്ത കുട്ടികൾ, മുരിങ്ങയില അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ക്യാരറ്റ് മാത്രം കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ അപ്പോൾ എൻ്റെ കിച്ചണൊക്കെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നല്ല ക്ലീനാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷമൊക്കെ ഇത്രയൊക്കെ തന്നെയാണ്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പികളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ.